നമസ്കാരം പ്രിയപ്പെട്ടവർ. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് ഒരാളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്കൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം തന്നെ പറയണം. അദ്ദേഹത്തിന് വേറിട്ട ഒരു വ്യക്തിത്വം മലയാള സിനിമാ ഗാനരംഗത്ത്, മലയാള സിനിമാ രംഗത്തും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ. മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമാ പാട്ടിന് ഭാവം ഉണ്ട് എന്ന് തന്നെ നമ്മൾ അറിയാൻ തുടങ്ങിയ അദ്ദേഹത്തിലൂടെയാണ്. കാര്യം അദ്ദേഹത്തിന്റെ പാട്ടിലെ ഭാവവും എന്താ പറയുന്നത്, ഗമകം വെച്ച് പാടാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല. കാര്യം ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. സംഗീതം പഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെ അദ്ദേഹത്തെ പറ്റി അങ്ങനെ പാടാൻ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗമകം വെച്ച് പാടാൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. എന്ത് തന്നെയായാലും ഭാവം നമുക്കതൊക്കെ അറിയാൻ പറ്റില്ല. ഭാവം ഈ പറയുമ്പോൾ അറിയുന്നതിന് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മലയാള സിനിമയിലെ ഭാവഗാന ചക്രവർത്തി പി ജയചന്ദ്രന്റെ ആദ്യത്തെ ഗാനം 1965 പുറത്തിറങ്ങിയ കളിത്തോഴൻ എന്ന സിനിമയിലെ പാട്ടാണ്. അതായത് മഞ്ഞലയിൽ മുങ്ങിത്തൂത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തൂത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പാടി എന്തോ അതിനകത്ത് ഭാവമില്ല. ശരിക്കും ആ പാട്ട് അദ്ദേഹം പാടി നിങ്ങളൊന്ന് കേൾക്കണം. യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ നമുക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. എത്ര കണ്ടാലും അതിനകത്ത് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം മലയാള സിനിമയ്ക്കും നമുക്കും ഒക്കെ സംഭാവന ചെയ്തിട്ടുമുണ്ട്. മലയാള സിനിമയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കാണല്ലോ. ഞാൻ പറയാൻ സീരിയസ് ആയിട്ട് പറയുന്നത് വേറെ കാര്യം വേറെ. അതായത് നമ്മുടെ KJ യേശുദാസിനെ നമുക്കറിയാം, ഗാനഗന്ധർവൻ ശ്രീ KJ യേശുദാസിനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ നിമിത്തമായത്, കാരണമായത് ശ്രീ പി ജയചന്ദ്രനാണ്. കാരണം അദ്ദേഹമാണ് അദ്ദേഹത്തെ റേഡിയോ നിലയത്തിലേക്ക് ശുപാർശ ചെയ്യുന്നതും അവിടെ പാടാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്നത്. അതായത് സാക്ഷാൽ ഗാനഗന്ധർവൻ ശ്രീ KJ യേശുദാസിനെ അദ്ദേഹം റേഡിയോ നിലയത്തിൽ ആലോചിച്ചൊരു പാട്ട്, ഏതോ ജന്മ കീഴ്വനയാൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ദേവരാജ മാഷ് കേട്ടിട്ട് അദ്ദേഹത്തെ ദേവരാജ മാഷിന്റെ സിനിമയിൽ പാടാനായിട്ടൊരു അവസരം കൊടുക്കുമായിരുന്നു ശ്രീ KJ യേശുദാസിന്. അപ്പോൾ അദ്ദേഹത്തെ രവീന്ദ്ര മാഷിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതും ഈ പറഞ്ഞതുപോലെ പറഞ്ഞു വിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതും, കാര്യം അവരുടെ സുവർണകാലമായിരുന്നല്ലോ. രവീന്ദ്ര മാഷിന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടതും ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയത്തില്ല, അതിന്റെ കൃത്യമായ സോഴ്സ് ഇല്ല. എന്തോ ആവട്ടെ, അദ്ദേഹത്തിൻ്റെതായിട്ട് നിരവധി പാട്ടുകൾ, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ തുടക്കത്തിലുള്ള ഒരു പാട്ട് ഒന്ന് മാത്രമാണ്. പിന്നെ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ എന്നൊക്കെ തുടങ്ങി ഒരുപാട് പാട്ടുകൾ. രാജീവനയനെ നീ ഉറങ്ങും, രാജീവനയനെ നീ ഉറങ്ങൂ, രാഗവിലോലെ നീ ഉറങ്ങൂ തുടങ്ങി ഒരുപാട് പാട്ടുകൾ. അതിലൊക്കെ ആ ഒരു ഭാവം ഭയങ്കരം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തിടെയാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കണം. കാര്യം ഇതൊരു തുടക്കമാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എൻ്റെന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. കേട്ടോ.